വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിർമ്മിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ ആൾ അറസ്റ്റിലായി. കപ്പക്കടവ് സ്വദേശി മുഹമ്മദ് സഫ്വാനാണ് അറസ്റ്റിലായത്. സാരംഗ് കൊണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഈ പോക്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസുകളൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടി ഇതുപോലെ ഇൻസ്റ്റഗ്രാം വഴി തന്നെ ഒരാളുമായി പരിചയപ്പെടുന്നു. അത് സംബന്ധിച്ച കേസുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന് സമാനമായ കേസുകൾ ഇങ്ങനെ ഓരോ ദിവസവും വരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനശ്വര, നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ, സ്വകാര്യ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന തോതിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ നിരന്തരമായി കാണുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ ഏച്ചൂരിലാണ്. ഏച്ചൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകിയിരുന്നത്. ഈ പെൺകുട്ടിയടക്കം നിരവധി പേരുമായി വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി ചാറ്റ് ചെയ്ത് അതിനുശേഷം അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇയാളുടെ പേരിൽ മുൻപും നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകൾ ശേഖരിച്ചു വെച്ച് വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് ഫോട്ടോകൾ ദുരുപയോഗം ചെയ്ത് വരികയായിരുന്നു ഇയാൾ ഈ ഒരു ഇത്തരത്തിലുള്ള കേസ് ഇയാൾക്ക് നേരെ വരുന്നു എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായി ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ ചെന്നൈയിൽ നിന്നാണ് പോലീസ് തന്ത്രപൂർവ്വമായി പിടികൂടിയത്. ഈ പ്രതി ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനായി 2 മൊബൈൽ ഫോണുകളും അതിനുപയോഗിക്കാനായി നെറ്റ് കണക്ഷനായി 4ഓളം സിമ്മുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ നിരന്തരമായി ഏർപ്പെട്ടിരുന്നത്. ഇയാൾ രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിച്ചതിനെ തുടർന്ന് അതിസാഹസികമായിട്ടാണ് പോലീസ് സംഘം ഇയാളെ ചെന്നൈയിലെത്തി പിടികൂടിയത്. അനശ്വര. ശരി, സാരംഗാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത പിന്നീട് ഭീഷണി, അതിനുശേഷം പണം തട്ടി, ഇങ്ങനെ സ്ഥിരമായി ഒരു പതിവ് രീതിയായി തുടർന്നു കൊണ്ടുപോയ ആളാണ് ഈ പെൺകുട്ടിയുടെ ഒടുവിൽ ഉണ്ടായ സംഭവത്തിലെ പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റിലായ സഫ്വാൻ. വിശദാംശങ്ങൾ നൽകിയത് സാരംഗ്.